ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യൂട്യൂബിൽ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ കുറച്ച് അപ്ഡേറ്റ്സുകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് അപ്ഡേറ്റ്സുകളെല്ലാം ഇപ്പോൾ വന്നിട്ടുണ്ട്. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത്, ഇത് നിങ്ങൾ YT സ്റ്റുഡിയോ എല്ലാം ഓപ്പൺ ചെയ്തതിന് ശേഷം സെറ്റിങ്സിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആഡ് കാറ്റഗറീസ് എന്നൊരു ഓപ്ഷൻ എല്ലാം വന്നിരിക്കുന്നത് കാണാം. ഇവിടെ നിങ്ങൾക്ക് ചില ആഡ്സ് എല്ലാം നിങ്ങളുടെ വീഡിയോയിൽ കാണേണ്ടെങ്കിൽ അതിൻ്റെ URL എല്ലാം കൊടുത്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് ഇത്തരത്തിൽ സെപ്പറേറ്റ് കോമയെല്ലാം കൊടുത്ത് അതെല്ലാം തന്നെ ബ്ലോക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ എല്ലാം ഇപ്പോൾ വന്നിട്ടുണ്ട്. അതുപോലെ നമുക്ക് സെൻസിറ്റീവ് കാറ്റഗറീസിലെല്ലാമുള്ള ഇതിൽ നിന്നുള്ള ആഡ്സ് ഒന്നും നമ്മുടെ വീഡിയോയ്ക്ക് വരേണ്ടെങ്കിൽ അതെല്ലാം ബ്ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷനും ഇപ്പോൾ നൽകുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം ആൽക്കഹോൾ എന്നത്, ഇവിടെ ആൽക്കഹോൾ റിലേറ്റഡ് ആയ ആഡ്സ് എല്ലാം തന്നെ ഇപ്പോൾ ഇവിടെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇത് അൺബ്ലോക്ക് ചെയ്യണമെങ്കിൽ അൺബ്ലോക്ക് ചെയ്യാനും ബ്ലോക്ക് ചെയ്യണമെങ്കിൽ ബ്ലോക്ക് ചെയ്യാനുമുള്ള ഓപ്ഷൻ എല്ലാം നമുക്കിവിടെ ലഭിക്കും. ഇപ്പോൾ എൻ്റെ ഈ ഒരു ചാനലിൽ ഇപ്പോൾ ഞാൻ 2 കാറ്റഗറി എല്ലാം തന്നെ ഇപ്പോൾ ബ്ലോക്ക് ചെയ്തു വച്ചിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. ആൽക്കഹോൾ അതുപോലെ ഗാംബ്ലിംഗ്. ഇത് ഡിഫോൾട്ടായി ഇവിടെ ഇപ്പോൾ ബ്ലോക്ക് ചെയ്തിരിക്കുന്ന കുറച്ച് ആഡ് കാറ്റഗറീസ് എല്ലാമാണ്. ഇനി നിങ്ങൾക്ക് ഇവിടെ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഒരുപാട് കാറ്റഗറീസ് എല്ലാം ഇവിടെ വന്നിരിക്കുന്നത് കാണാം. ബെയർ സ്കിൻ, ബ്ലാക്ക് മാജിക്, കോസ്മെറ്റിക് പ്രൊസീജിയർ, ഡേറ്റിംഗ്, ഇങ്ങനെ ഒരുപാട് കാറ്റഗറീസ് എല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒരു സ്പെസിഫൈ ആയിട്ടുള്ള, അതായത് ഇങ്ങനെയുള്ള ഒരു ആഡ്സ് ഒന്നും നിങ്ങളുടെ വീഡിയോയിൽ വരേണ്ട എന്നെല്ലാം നിങ്ങൾക്കുണ്ടെങ്കിൽ അതെല്ലാം തന്നെ ബ്ലോക്ക് ചെയ്യാനുള്ള ഒരു അവസരമാണ് ഇവിടെ ലഭിക്കുന്നത്. ഇത്തരത്തിൽ വെയിറ്റ് ലോസുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഇത്തരത്തിലുള്ള പരസ്യം നിങ്ങളുടെ വീഡിയോയിൽ കാണിക്കേണ്ട എങ്കിൽ ഇവിടെ ഇത് ബ്ലോക്ക് എന്നതിൽ ടാപ്പ് ചെയ്താൽ ഇത്തരത്തിലുള്ള പരസ്യമൊന്നും പിന്നീട് നിങ്ങളുടെ ആ ഒരു വീഡിയോയിൽ കാണിക്കില്ല. എന്നാൽ നമ്മൾ ഇങ്ങനെ ഈ ഒരു കാറ്റഗറി എല്ലാം ബ്ലോക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത്, ഇത് നമ്മുടെ ആഡ് റവന്യൂവെ കൂടി ബാധിക്കാമെന്ന് ഇവിടെ പറയുന്നുണ്ട്. കാരണം നമ്മൾ പലവിധ കാറ്റഗറി എല്ലാം നമ്മൾ ബ്ലോക്ക് ചെയ്യുകയാണെങ്കിൽ അത്തരത്തിലുള്ള പരസ്യമൊന്നും പിന്നീട് നമ്മുടെ വീഡിയോയിൽ കാണിക്കില്ല. ആ ഒരു ബ്ലോക്ക് ചെയ്തതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ആഡ്സ് ഒന്നും തന്നെ വരാത്തത് കൊണ്ട് തന്നെ അത്രത്തോളം ആഡ് റവന്യൂ എല്ലാം നമുക്ക് കുറയാനെല്ലാം അത് കാരണമായി തീരും. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ചില ആളുകൾക്ക് അവരുടെ വീഡിയോയിൽ ചില കാറ്റഗറിയിലുള്ള ആഡ്സ് ഒന്നും വരേണ്ടെങ്കിൽ അതെല്ലാം ബ്ലോക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇത് കുറേ ആളുകൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയ ഒരു ഫീച്ചർ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്കും ഈ ഒരു അപ്ഡേറ്റ് എല്ലാം വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇനി അതുപോലെ ജനറൽ കാറ്റഗറീസ് എന്നൊരു ഓപ്ഷൻ കൂടി ഇവിടെ വന്നിട്ടുണ്ട്. ജനറൽ കാറ്റഗറീസിലും ഇതുപോലെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇതുപോലെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ കാണാൻ സാധിക്കും. ഇതെല്ലാം തന്നെ അത്ര സെൻസിറ്റീവ് കാറ്റഗറീസ് ഒന്നുമല്ല, ജനറലായ കുറേ കാറ്റഗറീസ് എല്ലാമാണ് തന്നിരിക്കുന്നത്. എന്നാൽ ഇവിടെയും നിങ്ങൾക്ക് ജനറൽ കാറ്റഗറീസിലുള്ള ചില അഡ്വർടൈസ്മെൻ്റ് ഒന്നും വരേണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറിയിലുള്ള ആഡ് ഒന്നും നിങ്ങളുടെ വീഡിയോയിൽ വരേണ്ടെങ്കിൽ അതെല്ലാം ബ്ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഏറ്റവും പുതുതായി വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ്. ഇനി മറ്റൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത്, ഇത് നിങ്ങൾക്ക് ഇവിടെ ടാപ്പ് ചെയ്യുമ്പോൾ, അതായത് നമ്മൾ സാധാരണ ക്രിയേറ്റർ സപ്പോർട്ട് ടീമുമായി ചാറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇവിടെ ഈ മെസ്സേജ് ഓപ്ഷൻ എല്ലാം യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ് ആയിട്ടുള്ള ചാനലാണെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിലൊരു മെസ്സേജ് ഓപ്ഷൻ എല്ലാം കാണിക്കും. ഇതിൽ ചാറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് എല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ ക്ലിയർ ചെയ്യാനും അല്ലെങ്കിൽ നിങ്ങളുടെ YT സ്റ്റുഡിയോ റിലേറ്റഡ് ആയ അല്ലെങ്കിൽ യൂട്യൂബ് റിലേറ്റഡ് ആയ പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്യാനും നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ എല്ലാം യൂസ് ചെയ്യാം. എന്നാൽ ഇപ്പോൾ ഇത് ക്രിയേറ്റർ സപ്പോർട്ട് ടീം മാത്രമല്ല, നമുക്ക് മറ്റൊരു ഓപ്ഷൻ കൂടി ഇവിടെ വരുന്നുണ്ട്. അതായത് AI സപ്പോർട്ടാണ് ഇവിടെ നൽകുന്നത്. നമ്മുടെ കോമൺ ആയ കുറേ ഇഷ്യൂസ് എല്ലാം വളരെ പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്യുന്നതിന് നമുക്ക് ഇത്തരത്തിൽ ഈ AI സപ്പോർട്ട് അസിസ്റ്റൻറ്റ് അവരുമായി ചാറ്റ് ചെയ്ത് നമുക്ക് അതെല്ലാം സോൾവ് ചെയ്യാൻ സാധിക്കും. ഇത്തരത്തിൽ നിങ്ങൾക്ക് വേണ്ട റെസൊല്യൂഷനൊന്നും AI സപ്പോർട്ട് അസിസ്റ്റൻറ്റിൻ്റെ കയ്യിൽ നിന്ന് ലഭിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ വീണ്ടും ക്രിയേറ്റർ സപ്പോർട്ട് ടീമുമായി കോൺടാക്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇത് വളരെ നല്ലൊരു ഫീച്ചറായി എനിക്ക് തോന്നി. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കോമണായി കുറേ വരുന്ന ഡൗട്ടുകളെല്ലാം ക്ലിയർ ചെയ്യണമെങ്കിൽ ഇത്തരത്തിൽ ഈ AI സപ്പോർട്ട് അസിസ്റ്റൻ്റ് തന്നെ ധാരാളമായിരിക്കും. കാരണം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതെല്ലാം റിസോൾവ് ചെയ്യാനും സാധിക്കും. അപ്പോൾ ഇതെല്ലാമാണ് യൂട്യൂബിൽ വന്നിരിക്കുന്ന പുതിയ അപ്ഡേറ്റുകൾ. അപ്പോൾ പലരും ഇത്തരത്തിൽ നമ്മുടെ വീഡിയോസ് എല്ലാം കാണുന്നുണ്ട് എങ്കിലും പലരും ലൈക്ക് ചെയ്യാനോ അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുന്നതോ ആയൊന്നും കാണുന്നില്ല. പരമാവധി നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസ് എല്ലാം ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്